ഓക്കെ ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് From the following data, calculate equivalent production, cost per unit of equivalent production, prepare the necessary accounts. ഇത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുക, നിങ്ങൾ തന്നിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമ്പർ ഓഫ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ ദി പ്രോസസ്, ഈ പ്രോസസ്സിലേക്ക് എത്ര യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. എത്രയാണ്? 4000 യൂണിറ്റ്. നമ്പർ NOS നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ 4000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. then നമ്പർ ഓഫ് യൂണിറ്റ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് ബി, അടുത്ത പ്രോസസ്സിലേക്ക് എത്ര യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? 3200 യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. then number of unit process at the end of the period, അതായത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 4000 യൂണിറ്റ് കൊണ്ടുവന്നു, അതിൽ 3200 യൂണിറ്റ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയെങ്കിൽ 4000 നോക്കിയാൽ അറിയാം എന്താണ്, ഒരു 800 രൂപ ഒരു 800 യൂണിറ്റിന്റെ ഡിഫറൻസ് ഉണ്ട്. ആ 800 യൂണിറ്റിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. ഓക്കെ, അത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുമുണ്ട്. then സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ എത്രയായി തന്നിട്ടുണ്ട്? എത്രയാണ്? മെറ്റീരിയൽ 80% ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്, ലേബർ 70% ആണ്, ഓവർഹെഡും 70% ആണ്. ദെൻ നോർമൽ ലോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോസസ്, നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന നോർമൽ ലോസ് എത്രയാണ്? 200 യൂണിറ്റ് നോർമൽ ലോസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ സ്ക്രാപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. എത്രയാണ്? ₹1 per യൂണിറ്റ്. ഒരു യൂണിറ്റിന് ₹1 സ്ക്രാപ്പ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. വാല്യൂ ഓഫ് റോ മെറ്റീരിയലിന്റെ വാല്യൂ എത്രയാണ്? 7480, വേജ് 10680, ഓവർഹെഡ് 7120. ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ. ഇത് വെച്ചിട്ട് നമ്മോട് ഇക്വലന്റ് പ്രൊഡക്ഷൻ കാണാൻ പറഞ്ഞു. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ദെൻ പ്രിപ്പയർ നെസസറി അക്കൗണ്ട്സ്, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്വലന്റ് പ്രൊഡക്ഷന്റെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ 3 സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഒന്ന് എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ എന്നുള്ളത്. രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ്. 3 സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ. പിന്നെ പ്രിപ്പയർ നെസസറി അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രോസസ് അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ഇത് ഇനി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷന്റെ ഫോർമാറ്റ് അല്ലെ. എന്താണ് ഫോർമാറ്റ്? ഒരു ഇൻപുട്ട് കോളം വേണം, യൂണിറ്റ് കോളം വേണം, ഔട്ട്പുട്ട് കോളം വേണം, പിന്നെ അതിന്റെ യൂണിറ്റ് വേണം. ദെൻ ഇക്വലന്റ് പ്രൊഡക്ഷൻ കാണിക്കാനുള്ള മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓരോ എലമെന്റിനും പെർസെന്റേജ് കോളം, ഈക്വലന്റ് യൂണിറ്റ് കോളം, അങ്ങനെ ഇത്രയും കോളംസ് ആണ് വേണ്ടത്. അതിന്റെ ഫോർമാറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. നമ്മൾ നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ ഇൻപുട്ട് എത്രയാണ്? ഓൾറെഡി ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഗ്രൂപ്പിൽ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ ഇൻപുട്ട്? ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഐറ്റം തന്നെ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ഇൻ ദി പ്രോസസ് അല്ലെ. എത്ര യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 4000 യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ഇൻപുട്ട് എത്രയാണ്? 4000 ആണ് ഇവിടുത്തെ ഇൻപുട്ട്. അപ്പൊ ഇൻപുട്ട് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എത്രയാണ്? 4000 യൂണിറ്റ് ആണ്. 4000 യൂണിറ്റ്. യെസ്. ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് കോളമാണ്. അപ്പോൾ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഇൻഫർമേഷൻസ് ഉണ്ടാവാം? മാക്സിമം പോയാൽ ഈ ഒരു ഇക്വലന്റ് യൂണിറ്റിന്റെ പ്രോബ്ലത്തിൽ ഔട്ട്പുട്ടുകളായിട്ട് മാക്സിമം ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോളത്തിൽ മാക്സിമം എൻ്റർ ചെയ്യാനുണ്ടാവുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് നോർമൽ ലോസ് ആയിരിക്കും അല്ലേ. പിന്നെന്തായിരിക്കും? യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആണ് കംപ്ലീറ്റഡ്, അതായത് ഈ കറന്റ്ലി കംപ്ലീറ്റ് ആയിട്ടുള്ള എത്ര യൂണിറ്റ് ഉണ്ട്? ഓക്കെ, അത് വരാം. പിന്നെ ഉണ്ടാവുന്നത് എന്തായിരിക്കും? പിന്നെ ഉണ്ടാവുന്നത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. ഓക്കെ, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേ ബി ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവാം കേട്ടോ. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവാം, പിന്നെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവാം. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഈക്വലന്റ് യൂണിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ വരുന്നത് എന്താണ്? നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കംപ്ലീറ്റ് യൂണിറ്റും എന്തായിട്ടില്ല? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈക്വലന്റ് യൂണിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവാം, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവാം, നോർമൽ ലോസ് ഉണ്ടാവാം, പിന്നെ അബ്നോർമൽ ലോസ് ഉണ്ടാവാം, അബ്നോർമൽ ഗെയിൻ ഉണ്ടാവാം. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്, ഒരു ഔട്ട്പുട്ട് കോളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷനിലെ ഔട്ട്പുട്ട് കോളത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടോ നോക്കുക ക്വസ്റ്റ്യനിൽ. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ അകത്തുണ്ടോ? ഇതിനകത്ത് അങ്ങനെ ഒന്നും പറയുന്നില്ല. നേരെ പറയുന്നത് എന്താണ്? 4000 ഇൻട്രൊഡ്യൂസ് ചെയ്തു,
അതിൽ 3200 യൂണിറ്റിന്റെ കംപ്ലീറ്റ് ആയി, 800 യൂണിറ്റ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്. ഇത്രേ പറയുന്നുള്ളൂ. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിനെ കുറിച്ച് അവിടെ ഇൻഫർമേഷൻ ഇല്ല. അപ്പൊ പിന്നെ നോക്കേണ്ടത് എന്താണ്? നോർമൽ ലോസ് ഉണ്ടോ? നോർമൽ ലോസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇതിനകത്തുണ്ട് അല്ലെ. ഇതാ നോർമൽ പ്രോസസ് ലോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോസസ് എത്രയാണ്? 200 യൂണിറ്റ്. ഓക്കെ, അപ്പൊ 200 യൂണിറ്റ് ഇവിടെ നോർമൽ ലോസ് ഉണ്ട്. അപ്പൊ ഔട്ട്പുട്ട് കോളത്തിൽ നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നത് എന്താണ്? നോർമൽ ലോസ് എന്ന് കൊണ്ട് കൊടുക്കുക. എത്രയാണ് നോർമൽ ലോസ് വരുന്നത്? 200 യൂണിറ്റ്. നോർമൽ ലോസ് ഉണ്ട് 200 യൂണിറ്റ്. നോർമൽ ലോസിന്റെ കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നോർമൽ ലോസിന് എന്തില്ല? ഈക്വലന്റ് യൂണിറ്റ് ഉണ്ടാവാറില്ല. നോർമൽ ലോസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഈക്വലന്റ് യൂണിറ്റ് ഉണ്ടാവാറില്ല. നില്ലാണ് നോർമൽ ലോസിന്റെ ഈക്വലന്റ് യൂണിറ്റ്. അപ്പൊ അതിന് എല്ലാ കോളത്തിലും നിൽ എന്ന് കൊടുക്കും. ഓക്കെ, ദെൻ അടുത്തത് ഞാനൊരു വരി വിട്ട് എഴുതാനാണ് എപ്പോഴും പറയാ. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എന്താ പറയാ, ചിലപ്പോൾ ഒരു അബ്നോർമൽ ലോസ് പ്രോബ്ലത്തിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്താണ് ഈ അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അത് എഴുതേണ്ടത് ഈ നോർമൽ ലോസ് കഴിഞ്ഞിട്ടായതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതുക, അല്ലെങ്കിൽ ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. ഓക്കെ, അടുത്തത് എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക? കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണെന്നുള്ളതാണ്. കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണ്? ഈ ക്വസ്റ്റ്യൻ പ്രകാരം കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണ്? 4000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിന് 3200 യൂണിറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്തത് അല്ലേ. അതായത് നമ്മുടെ ഇപ്പോൾ പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് കംപ്ലീറ്റഡ് ആൻഡ് ട്രാൻസ്ഫർ ടു പ്രോസസ് പി. അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തായിരിക്കും? കംപ്ലീറ്റ് ആയിട്ടുള്ള യൂണിറ്റ് അല്ലേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ അടുത്ത പ്രോസസ്സിലേക്ക്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണ്? 3200 ആണ്. സോ 3200 അത് എഴുതുക. ദെൻ കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ എത്ര തന്നെ ആയിരിക്കും? അല്ലെങ്കിൽ എന്താണ് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എത്രയായിരിക്കും? 100% ആയിരിക്കും. കാരണം കംപ്ലീറ്റഡ് യൂണിറ്റ് അല്ലേ. സോ അതിന് നമ്മൾ പെർസെൻറ്റേജ് കോളത്തിൽ മെറ്റീരിയൽ എന്ന എലമെന്റിൽ അതിന്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 100 ആയിരിക്കും. അതിന്റെ ഈക്വലന്റ് യൂണിറ്റ് എത്ര ആയിരിക്കും? 3200 തന്നെ ആയിരിക്കും. 100 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 3200 തന്നെ ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റഡ് യൂണിറ്റ് എപ്പോഴും 100 ആയിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റഡ് യൂണിറ്റും അതുപോലെ തന്നെ അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും ഒക്കെ എന്താണ്? അതിന്റെ ഈക്വലന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ എത്രയാണ്? 100 ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പൊ കംപ്ലീറ്റഡ് യൂണിറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് എന്താ എഴുതാനുള്ളത് നോക്കുക. അടുത്ത നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്ന സമയത്ത് നമ്പർ ഓഫ് യൂണിറ്റ് ഇൻ പ്രോസസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ്, അതായത് ഈ പ്രോസസ്സിൽ എന്താണ് ഇന്ത്യൻ പീരീഡിന്റെ എൻഡിലായപ്പോൾ 800 യൂണിറ്റ് ഉണ്ട് പ്രോസസ്സിൽ ബാക്കി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ എന്തുണ്ട്? ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ എഴുതുന്ന അടുത്തത്. ഓക്കെ, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്ര യൂണിറ്റ് ആണ്? 800 യൂണിറ്റ് ആണ്. ക്ലിയർ? അപ്പൊ ഈ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിനും അതുപോലെ തന്നെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസിനും ആയിരിക്കും ക്വസ്റ്റ്യനിൽ എന്ത് തരിക? സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ തരിക. എത്ര ശതമാനം ആ വർക്കിംഗ് പ്രോഗ്രസിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും. അതിൽ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണെങ്കിൽ കറന്റ് എത്ര കഴിഞ്ഞിട്ടുണ്ട് അതായിരിക്കും ഈക്വലന്റ് യൂണിറ്റ് ആയിട്ട് എടുക്കുക. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണെങ്കിൽ റിമൈനിങ് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ആയിരിക്കും ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആകുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടത്? അതിന്റെ കറന്റ് സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ആയിരിക്കും എന്തായിട്ട് എടുക്കേണ്ടത്? ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ മെറ്റീരിയൽ 80% കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ലേബർ 70% കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഓവർ ഹെഡും 70% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പെർസെൻറ്റേജ് കൊടുത്ത് നമുക്ക് അത് ഫില്ല് ചെയ്യാം. മെറ്റീരിയൽ 80% അല്ലേ. ദെൻ ലേബർ എത്രയാണ്? 70%. ദെൻ ഓവർ ഹെഡും 70% ആണ്. ഇനി അപ്പം ഞാൻ പറഞ്ഞു ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കറന്റ്ലി എത്ര പെർസെൻറ്റേജ് ആണ് അതാണ് ഈക്വലന്റ് യൂണിറ്റ് ആയിട്ട് എടുക്കുക. അപ്പം 800 ആണ് ഇവിടെ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിന്റെ യൂണിറ്റ്. 800 യൂണിറ്റിൽ 80% കംപ്ലീറ്റ് ആയിട്ടുള്ളത് മെറ്റീരിയലിന്റെ കേസിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 800ന്റെ 80% കാണണം. അപ്പൊ 800 ഇൻറ്റു എന്ത് ചെയ്യണം? 80/100 ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 640 ആണ് വരിക. ഓക്കെ, ദെൻ ലേബറിന്റെ കേസിൽ എത്രയാണ്? 800 ഇൻറ്റു 70% ആണ് അല്ലേ. അതുകൊണ്ട് 70/100. അപ്പോൾ ലേബറിന്റെ കേസിൽ എത്ര തന്നെ? 560 ആണ് വരുന്നത്. സെയിം ഓവർ ഹെഡിലും എത്ര ശതമാനമാണ് ഈക്വലന്റ് യൂണിറ്റ് വരിക? 560 തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? അവിടെയും പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എത്രയാണ്? 70% ആണ്. അപ്പോൾ ഓവർ ഹെഡിന്റെ ഈക്വലന്റ് യൂണിറ്റ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസിന് വരുന്നത് എത്രയാണ്? 560 യൂണിറ്റ് ആണ് വരുന്നത്. ക്ലിയർ?
അപ്പൊ ഇത്രയും ഇൻഫർമേഷനെ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്കണോമിക് പ്രൊഡക്ഷനുമായിട്ട് ക്വസ്റ്റ്യനകത്തുള്ളൂ അല്ലേ? അതായത് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഇല്ല, നോർമൽ ലോസ് ഉണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി. ദെൻ എത്രയാണ് കംപ്ലീറ്റഡ് യൂണിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 3200 ആണ്, അത് എഴുതി. ദെൻ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എത്രയാണ്, 800 ആണ് പറയുന്നത്, അത് എഴുതി. ദെൻ ഇൻപുട്ട് എത്രയാണ്, 4000 യൂണിറ്റ് ആണെന്ന് പറയുന്നത്, അത് എഴുതി. ഇത്രയും ഇൻഫർമേഷനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്കണോമിക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനകത്തുള്ളൂ. ബാക്കിയുള്ള ഇൻഫർമേഷൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് നോക്കുമ്പോഴാണ് കിട്ടുക. ക്ലിയർ? അപ്പൊ ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ഇത്രയും ഓക്കെ ആണല്ലോ? ഒന്ന് ജസ്റ്റ് പറഞ്ഞേ, ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ അല്ലേ ചെയ്തത്? ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇനി ബാക്കിയുള്ള നമുക്ക് നോക്കാം. ബാക്കി വരുന്നത് അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് നോക്കണം. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻപുട്ട് കോളം ബാലൻസ് ചെയ്യാം. ഇൻപുട്ട് കോളം ബാലൻസ് ചെയ്യുന്ന സമയത്ത് 4000 വരുന്നു. ഔട്ട്പുട്ട് കോളം ബാലൻസ് ചെയ്ത് നോക്കുക. അവിടെ വരുന്ന സമയത്ത് എത്ര വരുന്നുണ്ട്? 200, 3200, 3400, 4200 വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള യൂണിറ്റിനേക്കാളും കൂടുതൽ, കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള യൂണിറ്റിനേക്കാളും കൂടുതൽ എന്ത് വരുന്നുണ്ട്, ഔട്ട്പുട്ട് കോളത്തിന്റെ യൂണിറ്റ് വരുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്, അവിടെ ഒരു അബ്നോർമൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അബ്നോർമൽ ഗെയിൻ ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, സാധാരണ പ്രോസസ് അക്കൗണ്ട് ആണെങ്കിൽ അബ്നോർമൽ ഗെയിനെ നമ്മൾ കാണിക്കുക എവിടെയാണ്, പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ക്ലിയർ? ഇതുപോലെ തന്നെ അബ്നോർമൽ ലോസ് ആണെങ്കിൽ പ്രോസസ് അക്കൗണ്ടിന്റെ എവിടെ കാണിക്കും, ക്രെഡിറ്റ് സൈഡിലും കാണിക്കും. അപ്പം ഇവിടെ ഈ ഔട്ട്പുട്ട് കോളത്തിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടാവും, ഔട്ട്പുട്ട് കോളത്തിൽ സാധാരണ ഒരു പ്രോസസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇതിന് ഐറ്റംസ് ആണ് കാണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് വിപരീതമായിട്ട് അബ്നോർമൽ ഗെയിനും ഔട്ട്പുട്ട് കോളത്തിൽ കാണിക്കും. പക്ഷെ എങ്ങനെയായിട്ട് കാണിക്കണം, ലെസ് ചെയ്താണ് കാണിക്കേണ്ടത്. ലെസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. കാരണം പ്രോസസ് അക്കൗണ്ടിൽ അബ്നോർമൽ ഗെയിൻ ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ്. ക്ലിയർ? അപ്പം ഓപ്പോസിറ്റ് സൈഡിലാണ്, ഔട്ട്പുട്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം നമ്മൾ ഔട്ട്പുട്ട് കോളത്തിൽ കാണിക്കുമ്പോൾ എന്തായിട്ട് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. അതാണ് അതിന്റെ ഒരു രീതി. അതുകൊണ്ട് ഇവിടെ എഴുതേണ്ട എന്താണ്, ലെസ്. ലെസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അബ്നോർമൽ ഗെയിൻ. അപ്പോൾ അബ്നോർമൽ ഗെയിൻ എത്രയാണ്, ലെസ് എന്ന് പറഞ്ഞിട്ട് അബ്നോർമൽ ഗെയിൻ, ഞാൻ AG എന്ന് ഇടുന്നുള്ളൂ, അത് അബ്നോർമൽ ഗെയിൻ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അബ്നോർമൽ ഗെയിൻ ഇവിടെ എത്രയാണ്, 200 യൂണിറ്റ് ഇവിടെ അബ്നോർമൽ ഗെയിൻ ഉണ്ട്. ഓക്കെ, ആ ലെസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ബ്രാക്കറ്റിനകത്തോ അല്ലെങ്കിൽ മൈനസ് സൈൻ ഇട്ടിട്ട് വേണം ഇതിനകത്ത് കാണിക്കാൻ കേട്ടോ. നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ നമ്മൾ എമൗണ്ട് കോളത്തിൽ ബ്രാക്കറ്റിനകത്ത് ഇടുക എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രാക്കറ്റ് കോളത്തിനകത്ത് കാണിക്കുക. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, ഇൻപുട്ടും 4000 വന്നു, ഔട്ട്പുട്ടും 4000 വന്നു. ഓക്കെ, രണ്ട് സൈഡും നമുക്ക് അതുകൊണ്ട് തന്നെ 4000 എഴുതാം ടോട്ടല്. അപ്പം ഇതാണ് ഇവിടെ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ്. അബ്നോർമൽ ഗെയിൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് കോളത്തിൽ ലെസ് ചെയ്താണ് കാണിക്കേണ്ടത്. അതിപ്പോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മ വേണം, അബ്നോർമൽ ഗെയിൻ ആയാലും അബ്നോർമൽ ലോസ് ആയാലും അതിന്റെ ഈക്വലന്റ് യൂണിറ്റ് എത്രയാണ്, അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസിന്റെ ഈക്വലന്റ് യൂണിറ്റ് 100% ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയായിരിക്കും ഇവിടെ ഈക്വലന്റ് യൂണിറ്റ് വരിക, ഇവിടെ ഈക്വലന്റ് യൂണിറ്റ് വരിക 200 തന്നെ ആയിരിക്കും. അബ്നോർമൽ ഗെയിനിന്റെ ഈക്വലന്റ് യൂണിറ്റ് എത്രയായിരിക്കും, 200 ആയിരിക്കും. പക്ഷെ എന്താണ്, ഇത് അബ്നോർമൽ ലോസ് അല്ല, അബ്നോർമൽ ഗെയിൻ ആണ്. ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം, എന്താണ്, നെഗറ്റീവ് അല്ലെങ്കിൽ സൈൻ ഇട്ട് കാണിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ലെസ് ചെയ്യുന്ന മൈനസ് സൈൻ ഇടണം. ഓക്കെ, അപ്പോൾ 200 എന്നുള്ളത് എന്ത് ചെയ്യുക, എല്ലാ കോളത്തിലേക്കും എഴുതുക. കാരണം എന്താണ്, അബ്നോർമൽ ഗെയിൻ ആണ്. അബ്നോർമൽ ഗെയിനിന്റെ ഈക്വലന്റ് യൂണിറ്റ് 100% ആയിട്ട് എടുക്കുക, അബ്നോർമൽ ലോസിന്റെയും ഈക്വലന്റ് യൂണിറ്റ് 100% ആയിട്ട് എടുക്കുക. പക്ഷെ അബ്നോർമൽ ലോസിൽ നിന്ന് അബ്നോർമൽ ഗെയിനിലേക്ക് വരുമ്പോഴുള്ള മാറ്റം, അബ്നോർമൽ ഗെയിൻ നമ്മൾ ലെസ് ചെയ്തിട്ടാണ് കാണിക്കുക. ഓക്കെ, അപ്പൊ അതങ്ങനെ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ബാക്കിയുള്ള ഓരോ എലമെന്റും, മെറ്റീരിയൽ എന്ന് പറഞ്ഞ എലമെന്റിന്റെയും ലേബർ എന്ന് പറഞ്ഞിട്ട് എലമെന്റിന്റെയും ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ട് എലമെന്റിന്റെയും ഈക്വലന്റ് യൂണിറ്റ് കോളം എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ഈക്വലന്റ് യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്, 3200 പ്ലസ് 640 മൈനസ് പറയൂ 200. അപ്പൊ എത്ര വരും, 3640 വരും അല്ലേ. ദെൻ ലേബറിന്റെ കോളത്തിലോ 3560 വരും. നിങ്ങൾ ചെയ്യണം, എന്നോടൊപ്പം തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ. 3560. ഓവർ ഹെഡിന്റെയും ഇക്വലന്റ് യൂണിറ്റ് വരുന്നത് എത്രയാണ്, 3560 തന്നെയാണ്. ക്ലിയർ? 3560.
അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ കിട്ടിയല്ലോ, ഫില്ല് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. ഞാൻ ഇവിടെ ഒരു ലൈൻ വിടാനുള്ള കാരണം എന്താണ്, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു ലൈൻ വിടാനുള്ള കാരണം എന്താണ്, അവിടെ നമുക്ക് ചിലപ്പോൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അബ്നോർമൽ ഗെയിനിന് പകരം ചിലപ്പോൾ എന്താകാം, അബ്നോർമൽ ലോസ് ആവാം. അപ്പൊ അതാണെങ്കിൽ അത് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ലൈൻ അവിടെ വിടുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ അബ്നോർമൽ ഗെയിൻ ആണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ബ്രാക്കറ്റിൽ അബ്നോർമൽ ഗെയിനിന്റെ ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എന്നിട്ട് ഇട്ടിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തരാത്തതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചെയ്തു വരുമ്പോൾ, ആൻസർ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ നമുക്ക് വരുന്ന കോളംസ് എന്തൊക്കെയാണ്, ഒരു എലമെന്റ് ഓഫ് കോസ്റ്റ് എന്നുള്ള കോളം, പിന്നെ അതിന്റെ എമൗണ്ട് ചെയ്താനുള്ള കോളം, അതിന്റെ ഈക്വലന്റ് പ്രൊഡക്ഷൻ ചെയ്താനുള്ള കോളം, കോസ്റ്റ് പെർ യൂണിറ്റ്, ഇങ്ങനെയാണ് കോളംസ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എലമെന്റ് ഓഫ് കോസ്റ്റ്, എത്ര എലമെന്റ് ഓഫ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് വാല്യൂ ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട് അല്ലെ, 7450, വേജ് 10650, ഓവർ ഹെഡ് 7120. 3 എലമെന്റ് ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമ്മൾ 3 എലമെന്റ് ഓഫ് കോസ്റ്റ് ഇവിടെ എഴുതുന്നു. അപ്പൊ ആദ്യത്തെ എലമെന്റ് ഓഫ് കോസ്റ്റ്, നമ്മൾ ഒന്നാമത്തെ എലമെന്റ് ഓഫ് കോസ്റ്റ് ഏതാണ്, മെറ്റീരിയൽ ആണ്. അപ്പൊ മെറ്റീരിയൽ മെറ്റീരിയൽ മെറ്റീരിയലിന്റെ എമൗണ്ട് എത്ര വരുന്നത്, 7480 ആണ് അല്ലെ, 7480. ക്വസ്റ്റ്യൻ നോക്കൂ 7450 ആണ്. ദെൻ ആ 7450 നമുക്ക് നേരെ എടുക്കാമായിരുന്നു നോർമൽ ലോസ് ഇല്ല എങ്കിൽ. പക്ഷെ ഇവിടെ നോർമൽ ലോസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. നോർമൽ ലോസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഇവിടെ മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. എത്രയാണ് സ്ക്രാപ്പ് വാല്യൂ വരുന്നത്, വാല്യൂ ഓഫ് സ്ക്രാപ്പ് ₹1 പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് 1 എന്നുള്ളതാണ്. അപ്പൊ 200, നോർമൽ ലോസ് എത്രയാണ്, 200 ആണ്. 200 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 200 തന്നെയാണ് ഇവിടെ സ്ക്രാപ്പ് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് മെറ്റീരിയലിന്റെ വാല്യൂ വരുന്നത് എത്രയാണ്, 7450 മൈനസ് 200, ഇറ്റ് മീൻസ് നമുക്ക് വരുന്നത് 7280 വരും അല്ലേ, 7280 വരും. ഓക്കെ, മെറ്റീരിയലിന്റെ വാല്യൂ വരുന്നത് എത്രയാണ്, 7250 ആണ്, സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്തതിന് ശേഷം. ക്ലിയർ. ഇനി മെറ്റീരിയലിന്റെ ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് എത്രയാണ്, മെറ്റീരിയലിന്റെ ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ പോയാൽ മതി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷനിൽ പോവുക, മെറ്റീരിയലിന്റെ കോളത്തിൽ നോക്കിയാൽ കാണാം 3640 ആണ് എന്ത്, മെറ്റീരിയലിന്റെ ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് വരുന്നത്. നമ്മൾ ഇവിടെ കൊണ്ട് എഴുതുന്നു 3640. യെസ്. ഇനി മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കാണാം. മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കാണും, 7280 ഡിവൈഡ് ബൈ 3640 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. എത്രയാണ് വരുന്നത്, 2 ആയിരിക്കും മെറ്റീരിയലിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. യെസ്, 3840. 3840 ആണോ വരുന്നത്, 3840 എങ്ങനെ വരും, 3840 വരില്ല. കാരണം എന്താണ്, ഇവിടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ കോളത്തില് ഈ 200 നെഗറ്റീവ് സൈൻ ആണ്. ഓക്കെ, ഞാൻ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പം 3200 പ്ലസ് 640 മൈനസ് 200, 3640 അല്ലേ വരുള്ളൂ. യെസ്, 200 ലെസ് ആണ്. ലെസ് ചെയ്യുമ്പോൾ അതല്ലേ വരിക, 3640 ആണ് വരിക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ചോദിച്ച ആൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഡൗട്ട് ചോദിച്ച ആൾക്ക്. 3840 അല്ല, അതിൽ ലെസ് ഉണ്ട് കേട്ടോ. അപ്പൊ 2 വന്നു, ക്ലിയർ ആയിട്ടും വിചാരിക്കും. ഇനി അടുത്ത എലമെന്റ് അത് ഓക്കെ ആണല്ലോ, അപ്പൊ 2 രൂപ കിട്ടി. ഇനി അടുത്ത എലമെന്റ്, സെക്കൻഡ് എലമെന്റ് ഏതാണ് ക്വസ്റ്റ്യനിൽ, അടുത്ത എലമെന്റ് ലേബർ ആണ്. ലേബർ, വേജ് എന്നൊക്കെ അങ്ങനെയുള്ള പേരിൽ കാണാം, ഡയറക്റ്റ് ലേബർ. അപ്പൊ ലേബർ ഇവിടെ വരുന്നത് എത്രയാണ്, ലേബർ വന്നിട്ടുള്ള ലേബറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യൻ ലേബറിന്റെ വാല്യൂ 10000, ഡയറക്റ്റ് വേജ് അല്ലെ, വേജ് 10650 അല്ലെ. അപ്പൊ രണ്ടാമത്തെ എലമെന്റ് ലേബർ എത്രയാണ്, 10680. ഓക്കെ, ലേബറിന്റെ അതുപോലെ തന്നെ ലേബറിന്റെ ഈക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് എത്രയാണ്, ലേബറിന്റെ കേസിലും നേരത്തെ ആ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും -200 ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം,
3560 ഇവിടെ ലേബറിൽ വരിക. ഓക്കെ, ലേബറിന്റെ ഇക്വലന്റ് പ്രൊഡക്റ്റ് യൂണിറ്റ് 3560. 3560 അവിടെ എഴുതുക. ഇനി എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യണം? 10650 ഡിവൈഡ് ബൈ 3560. അപ്പൊ എത്ര വരും? 3 രൂപയായിരിക്കും വരിക അല്ലെ? കോസ്റ്റ് പെർ യൂണിറ്റ് 3 രൂപ വരും. ഓക്കെ ആണല്ലോ. അടുത്ത മൂന്നാമത്തെ എലമെന്റ് ശരിക്കും ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് മൂന്നാമത്തെ എലമെന്റ്. പൊതുവെ നമുക്ക് ഓവർഹെഡിന്റെ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വൽ പ്രൊഡക്ഷന്റെ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന ഐറ്റം കാണാറില്ല. അതുണ്ടെങ്കിൽ അതും എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ടുള്ളത് ഓവർഹെഡ് ആണ്. അടുത്ത എലമെന്റ് ഓവർഹെഡ്. ഓവർഹെഡ് എത്രയാണ് വാല്യൂ വരുന്നത്, കോസ്റ്റ് വരുന്നത്? കോസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓവർഹെഡിന്റെ കോസ്റ്റ് വരുന്നത് 7120 അല്ലേ? ഓവർഹെഡിന്റെ ഈക്വലന്റ് യൂണിറ്റും സെയിം എത്രയാണ് വരുന്നത്? 3560 തന്നെയാണ് ഓവർഹെഡിന്റെ ഈക്വലന്റ് യൂണിറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 3560 അവിടെ എഴുതുന്നു. അതിന്റെ എന്ത് കാണാം? കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം. എങ്ങനെ കാണും? 7120 ഡിവൈഡ് ബൈ 3560 എത്ര വരുന്നത്? 2 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്യാം. ഏതിന്റെ കോളം? ഈ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ കോളം ടോട്ടൽ ചെയ്യാം. അപ്പോൾ ടോട്ടൽ, അതായത് ടോട്ടൽ നമുക്ക് പ്രോസസ് കോസ്റ്റ് വരുന്നത്, കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്, ടോട്ടൽ പ്രോസസ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരിക? 2 + 3 + 2 7 ആയിരിക്കും വരിക. അതായത് ഈ പ്രോസസ്സിൽ ഒരു കംപ്ലീറ്റഡ് യൂണിറ്റിന് നമുക്ക് വരുന്ന ചെലവ് എത്രയാണ്? 7 രൂപയാണ്. ഒരു കംപ്ലീറ്റഡ് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ, അതായത് പ്രോസസ് എയിൽ വരുന്ന ചെലവ് ഒരു യൂണിറ്റിന് എത്രയാണ്? 7 രൂപയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ? അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി. ടോട്ടൽ എത്രയാണ്? 7 ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ്, ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷനിലുള്ള ഔട്ട്പുട്ട് കോളത്തിൽ വരുന്ന ഐറ്റംസ് ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷന്റെ ആദ്യ കോളത്തിൽ, അതായത് പർട്ടിക്കുലർ കോളത്തിൽ വരിക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷന്റെ ഔട്ട്പുട്ട് കോളത്തിൽ വരുന്ന ഐറ്റംസ് ഒന്നെന്താണ്? നോർമൽ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? നോർമൽ ലോസിന് എഴുതാം. നോർമൽ ലോസ് എഴുതണമെന്ന് ആവശ്യമില്ല ശരിക്കും. എന്തുകൊണ്ട്? നോർമൽ ലോസ് ഒന്ന് ഈക്വലന്റ് യൂണിറ്റ് ഇല്ല. ഇനി കൺഫ്യൂഷൻ ഉള്ളവർ വേണമെങ്കിൽ നോർമൽ ലോസ് എഴുതുക, 0 ഇട്ടാൽ മതി. നോർമൽ ലോസിന് എന്തില്ല? ഈക്വലന്റ് യൂണിറ്റ് ഇല്ല, അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി കൺഫ്യൂഷൻ തോന്നുന്നു, ഞാൻ ഔട്ട്പുട്ട് കോളമാണ് ഇവിടെ വരിക എന്ന് പറഞ്ഞത് കൊണ്ട് എന്തുകൊണ്ട് നോർമൽ ലോസ് വന്നില്ല എന്നൊരു കൺഫ്യൂഷൻ വരുന്ന ഉള്ളവരാണെങ്കിൽ നോർമൽ ലോസ് എഴുതുക, ഇവിടെ നില്ലിടുക. കാരണം എന്താണ്? നോർമൽ ലോസിന് ഈക്വലന്റ് യൂണിറ്റ് ഇല്ലല്ലോ, സോ അവിടെയും നില്ലായിരിക്കും. ഇനി അടുത്ത ഐറ്റം, ഔട്ട്പുട്ട് കോളത്തിൽ അടുത്ത ഐറ്റം എന്താണ്? കംപ്ലീറ്റഡ് യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നത് എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് യൂണിറ്റ് എഴുതുക. അടുത്തത് കംപ്ലീറ്റഡ് യൂണിറ്റ്. കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണ്? കംപ്ലീറ്റഡ് യൂണിറ്റ്സ് എത്രയാണ്? എവിടെ പോയാൽ മതി? സ്റ്റേറ്റ്മെന്റ് ഈക്വലന്റ് പ്രൊഡക്ഷനിൽ പോവുക. കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണ്? 3200 ആണ്. കംപ്ലീറ്റഡ് യൂണിറ്റിന് നമ്മൾ സ്പിറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് എലമെന്റ് വൈസ് സ്പിറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അതവിടെ പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഓവർഹെഡ് ആയാലും മെറ്റീരിയൽ ആയാലും പിന്നെന്താണ് ലേബർ ആയാലും അതിന്റെ ഈക്വലന്റ് യൂണിറ്റ് എത്ര തന്നെ ആയിരിക്കും? 3200 തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിനെ സ്പ്ലിറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ കംപ്ലീറ്റഡ് യൂണിറ്റിന് എഴുതുക. ദെൻ അടുത്ത കോളത്തിന് ഹെഡ് എന്താണ്? യൂണിറ്റ് ഇൻറ്റു റേറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് എത്രയാണ്? 3200. ഇനി ഇൻറ്റു റേറ്റ് എത്രയാണ്? കംപ്ലീറ്റഡ് യൂണിറ്റിന് വരുന്ന റേറ്റ് എത്രയാണ്? അത് എവിടെ നോക്കിയാൽ കിട്ടും? സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ പോവുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ പോയാൽ ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണോ അതായിരിക്കും എന്ത്? കംപ്ലീറ്റഡ് യൂണിറ്റിന്റെ റേറ്റ് ആയിട്ട് വരിക. കംപ്ലീറ്റഡ് യൂണിറ്റിന്റെ റേറ്റും അബ്നോർമൽ ഗെയിൻ്റെ റേറ്റും അബ്നോർമൽ ലോസിന്റെ റേറ്റും എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിരിക്കും. എത്രയാണ്? 7 ആണ്. യെസ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 3200 ഇൻറ്റു 7. അപ്പോൾ കിട്ടും ടോട്ടൽ എത്ര കിട്ടും? 3200 ഇൻറ്റു 7 എത്ര വരുന്നത്? 22,400 ആയിരിക്കും വരിക അല്ലെ? 22,400. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ, ഞാൻ പറയുന്ന എമൗണ്ടുകളൊക്കെ ശരിയാണോ എന്നുള്ളത്. ദെൻ അടുത്ത ഐറ്റം കംപ്ലീറ്റഡ് യൂണിറ്റ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ? വീണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷനിലേക്ക് പോവുക. അവിടെ പോയാൽ നിങ്ങൾക്ക് അടുത്ത ഐറ്റം കാണാം. എന്താണ് അടുത്ത ഐറ്റം? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ഇവിടെ എഴുതുക. പക്ഷെ അത് എഴുതുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വേണം എന്ത്? അതിനെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് അതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നത്?
കാരണം ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലിന് വേറെയാണ് അല്ലേ? മെറ്റീരിയലിന് വേറെ ഒരു യൂണിറ്റ് ആണ് വരുന്നത്, ലേബറിന് വേറൊരു യൂണിറ്റ് ആണ് വരുന്നത്, ഓവർ ഹെഡിന് വേറൊരു യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് സ്പ്ലിറ്റ് അപ്പ് ചെയ്യണം. കംപ്ലീറ്റഡ് യൂണിറ്റിനെ പോലെ മെറ്റീരിയലിനും ലേബറിനും ഓവർ ഹെഡിനൊക്കെ സെയിം യൂണിറ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്യേണ്ട, നേരെ ആ ഒരു യൂണിറ്റ് എടുത്താൽ മതി. പക്ഷെ ഇവിടെ എന്താണ്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന് മൂന്നിനും 3 യൂണിറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് താഴെ എഴുതുക മെറ്റീരിയൽ. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ മെറ്റീരിയലിന്റെ ഈക്വലന്റ് യൂണിറ്റ് എത്രയാണ്? എവിടെ പോയാൽ കിട്ടും? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷനിൽ പോയാൽ കിട്ടും. മെറ്റീരിയലിന്റെ ഈക്വലന്റ് യൂണിറ്റ് എത്രയാണ്? 3640 അല്ലേ? അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു 3640 ഇൻറ്റു മെറ്റീരിയലിന്റെ റേറ്റ് എത്രയാണ്? മെറ്റീരിയലിന്റെ കോസ്റ്റ് റേറ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പോയാൽ മതി. മെറ്റീരിയൽ റേറ്റ് എത്രയാണ്? 2 ആണ്. സോ നമ്മളിവിടെ എഴുതുക എന്ത്? 2. ഓക്കെ. 3640 ഇൻറ്റു 2 എത്ര വരും? 3640 അല്ല എന്ത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ടോട്ടൽ വരുന്നത് അല്ലല്ലോ. എത്ര? 640 അല്ലേ വരുന്നത്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഇക്വലന്റ് യൂണിറ്റ് എത്രയാണ്? 640 ആണ്. സോറി, നമ്മൾ എടുത്തെടുത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 3640 അല്ല, 640. 640 ഇൻറ്റു 2 ആ 640 ആണ് മെറ്റീരിയൽ. അപ്പോൾ 640 ഇൻറ്റു 2 എത്ര വരും? 1280 വരും. യെസ് യെസ്. ഇനി അടുത്തത് ലേബർ. ലേബറിന്റെ കേസിൽ ഈക്വലന്റ് യൂണിറ്റ് എത്ര വരുന്നത്? ലേബറിന്റെ ഈക്വലന്റ് യൂണിറ്റ് വരുന്നത് 560 ആണ്. അപ്പൊ 560 ഇൻറ്റു ലേബറിന്റെ യൂണിറ്റ് എത്രയാണ് വരുന്നത്? ലേബറിന്റെ യൂണിറ്റ് 3 ആണ്. അപ്പൊ 560 ഇൻറ്റു 3 എത്ര വരും? 1680 വരും. ഓക്കെ. പിന്നെന്താണുള്ളത്? പിന്നുള്ളത് ഓവർ ഹെഡ് ആണ്. ഓവർ ഹെഡിന്റെ കേസിൽ ഈക്വലന്റ് യൂണിറ്റ് സെയിം തന്നെയാണ്, 560 തന്നെയാണ്. പക്ഷെ അതിന്റെ റേറ്റ് മാറ്റമുണ്ട്. റേറ്റ് എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പൊ 560 ഇൻറ്റു 2 എത്ര വരും? 1120 വരും. ഓക്കെ, എഴുതിയല്ലോ. ഇത്രയാണ് അവിടെ വരിക. യെസ്. ഇനി അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഔട്ട്പുട്ട് കോളത്തിൽ നോർമൽ ലോസ് എഴുതി, കംപ്ലീറ്റഡ് എഴുതി, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതി. ഇനി ഔട്ട്പുട്ട് കോളത്തിൽ എഴുതാനുള്ള എന്താണ്? അബ്നോർമൽ ഗെയിൻ ആണ്. അപ്പോൾ അബ്നോർമൽ ഗെയിനെ നമുക്ക് ഇവിടെ എഴുതണം. അവിടെയും ട്രീറ്റ്മെന്റ് എന്താണ്? നേരത്തെ എഴുതിയ പോലെ തന്നെ ലെസ് എന്ന് പറഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ്. കാരണം ഔട്ട്പുട്ട് കോളത്തിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കോളത്തിൽ അബ്നോർമൽ ഗെയിൻ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്? ലെസ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. സെയിം രീതിയിൽ ഇവിടെയും എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനിൽ നമ്മൾ ലെസ്. ഓക്കെ. എന്താണ് എഴുതേണ്ടത്? അബ്നോർമൽ ഗെയിൻ. അബ്നോർമൽ ഗെയിൻ ഉണ്ട്. അബ്നോർമൽ ഗെയിൻ എത്ര യൂണിറ്റ് ആണ്? അബ്നോർമൽ ഗെയിൻ ഉള്ളത് 200 യൂണിറ്റ് ആണ്. ക്ലിയർ? 200 യൂണിറ്റ്. അബ്നോർമൽ ഗെയിനിന്റെ എന്താണ് റേറ്റ് എത്ര വരിക? റേറ്റ് വരിക 7 ആയിരിക്കും അല്ലെ? അബ്നോർമൽ ഗെയിനിനും കംപ്ലീറ്റഡ് യൂണിറ്റിനും അബ്നോർമൽ ലോസിനും റേറ്റ് വരിക ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ആയിരിക്കും. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ പോയാൽ കിട്ടും. സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിൽ പോയപ്പോൾ നമുക്കറിയാം ടോട്ടൽ എത്രയാണ്? 7 ആണ്. ഓക്കെ. അപ്പൊ അബ്നോർമൽ ഗെയിന് 200 ഇൻറ്റു 7 ചെയ്യുക. ലെസ് ആണ് ഇടുന്നത്, അത് ഓർമ്മ വേണം. സോ എന്ത് ചെയ്യുന്നു? ഇവിടെ എം കോളത്തിൽ നമ്മൾ ലെസ് ചെയ്തിടുക. എത്ര വരുന്നത്? 1400 ബ്രാക്കറ്റിനകത്ത് അല്ലെങ്കിൽ മൈനസ് അതിനിട്ടിട്ട് എഴുതുക. 1400. യെസ്. അപ്പൊ ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷന്റെ ടോട്ടൽ, അതായത് ടോട്ടൽ പ്രോസസ് കോസ്റ്റ് നമുക്ക് കിട്ടും. ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നത്? ടോട്ടൽ പ്രോസസ് കോസ്റ്റ് വരുന്നത് എത്രയാണ്? നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് വെക്കുക. ഈ കോളം ബാലൻസ് ചെയ്താൽ മതി, കിട്ടും. ഫിസിക്കൽ ടു 22400 പ്ലസ് 1250 പ്ലസ് 1680 പ്ലസ് 1120 പ്ലസ് എത്ര വരുന്നത്? 25080 വരും. 25080 ആണ് എന്ത് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷന്റെ ടോട്ടൽ വരുന്നത്. ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ നോക്കുക. 25080. ഓക്കെ അല്ലേ?
അപ്പോൾ നമ്മളിവിടെ 3 സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തു. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വൽ പ്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ. 3ഉം ചെയ്യുന്ന രീതി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യനിലെ അടുത്ത ഭാഗം നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറയും. ഇനി അടുത്തത് ക്വസ്റ്റ്യനിൽ പറയുന്നത് പ്രിപ്പയർ നെസസറി അക്കൗണ്ട്. നെസസറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്കൊരു പ്രോസസ് അക്കൗണ്ട് കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അക്കൗണ്ട് നമുക്ക് എത്ര വേണം ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. എന്താണ്, ഇതിനകത്ത് അബ്നോർമൽ ഗെയിൻ ഉള്ളതുകൊണ്ട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് വരയ്ക്കാം. നോർമൽ ലോസ് ഉള്ളതുകൊണ്ട് നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് വരയ്ക്കാം. ഓക്കെ, അതിനൊക്കെ അത്ര ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരു പ്രോസസ് അക്കൗണ്ട് ഇവിടെ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ആ പ്രോസസ് അക്കൗണ്ട് നമുക്ക് വരയ്ക്കാം. പ്രോസസ് അക്കൗണ്ട് ഫോർമാറ്റ് അറിയാമല്ലോ. എന്താണ്, പർട്ടിക്കുലർ കോളം, യൂണിറ്റ്, എമൗണ്ട്. നമ്മൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരെ പ്രോസസ് അക്കൗണ്ടിലേക്ക് വരികയാണ്. പ്രോസസ് അക്കൗണ്ടിൽ നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ ഇതിൻ്റെ എന്താണ്, ഡെബിറ്റ് സൈഡിൽ പോയ മാക്സിമം പോയാൽ വരുന്നത് ഇൻപുട്ടുകളാണ്. ക്രെഡിറ്റ് സൈഡിൽ വരിക ഔട്ട്പുട്ടുകളായിരിക്കും, അറിയാമല്ലോ. അപ്പം ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് ഒരു പ്രോസസ് അക്കൗണ്ട് ഇൻപുട്ടുകൾ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, പിന്നെന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഇൻപുട്ടുകളായിട്ട് വരിക. പിന്നെ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ള ഒരു ഐറ്റം അബ്നോർമൽ ഗെയിൻ ആണ്. ഇത്രയാണ് ഉണ്ടാവുക. ഔട്ട്പുട്ടുകൾ എന്ന് പറയുമ്പോൾ നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, പിന്നെ എന്താണ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്. ഇത്ര ഐറ്റംസ് ആയിരിക്കും ഒരു പ്രോസസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ മാക്സിമം പോയാൽ ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റത്തിന്റെയും വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇവിടത്തേക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഐറ്റം ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് എത്രയാണ്, മെറ്റീരിയൽ. മെറ്റീരിയൽ ആണ് നമ്മൾ എഴുതുന്നത്. മെറ്റീരിയലിന്റെ വാല്യൂ എത്രയാണ്, മെറ്റീരിയലിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. മെറ്റീരിയലിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. മെറ്റീരിയലിന്റെ വാല്യൂ നമുക്ക് അതാണ്ട് എഴുതിയാൽ മതി. മെറ്റീരിയലിന്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എടുത്താൽ മതി. മെറ്റീരിയൽ എവിടെയാ, വാല്യൂ ഓഫ് റോ മെറ്റീരിയൽ എത്രയാണ്, 7450. എത്ര യൂണിറ്റ് ആണ്, 4000 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് എഴുതുന്നു. ഇൻപുട്ട് മെറ്റീരിയൽ എത്രയാണ്, 4000 യൂണിറ്റ്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ ഇൻപുട്ട് ആണല്ലോ എഴുതുക. അതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്, 7450. 7450. ക്ലിയർ, മെറ്റീരിയൽ എഴുതി. ഇനി അടുത്ത ഇൻപുട്ട് എന്താണ്, അടുത്ത ഇൻപുട്ട് ലേബർ ആണ്. ലേബറിന് യൂണിറ്റ് കോളം ഉണ്ടാവില്ല, എമൗണ്ട് കോളത്തിലേ ഉണ്ടാവുള്ളൂ. ലേബറിന്റെ വാല്യൂ എത്ര വരുന്നത്, ലേബറിന്റെ വാല്യൂ വരുന്നത് വേജ്, ഇത് എത്രയാണ്, 10680 ആണ് ലേബറിന്റെ വാല്യൂ വരുന്നത്. നമ്മൾ അതിവിടെ എഴുതുന്നു 10680. ഓക്കെ, ലേബർ എഴുതി. ഇനി അടുത്ത ഇൻപുട്ട് എന്താണ്, ലേബർ കഴിഞ്ഞാൽ നെക്സ്റ്റ്, ലേബർ കഴിഞ്ഞാൽ അടുത്ത ഏതാണ്, ഓവർഹെഡ് ആണ് അല്ലേ. ഓവർഹെഡ് ഇവിടെ ഉണ്ട്, ക്വസ്റ്റ്യൻ നേരിട്ട് തന്നിട്ടുണ്ടാക്കി. സോ ഓവർഹെഡ് എത്രയാണ്, ഓവർഹെഡിന്റെ വാല്യൂ 7120 അല്ലേ. 7120 എഴുതുന്നു, 7120. യെസ്, ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത്. ഇനി ബാക്കി ഡീറ്റെയിൽസ്, ഇതിനകത്ത് വരുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വൽ പ്രൊഡക്ഷന്റെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റും, സ്റ്റേറ്റ്മെന്റ് ഇവാലുവേഷനും നോക്കിയാൽ കിട്ടും. ബാക്കി വരുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വൽ പ്രൊഡക്ഷന്റെ പോവുക, ആ ഒരു ഔട്ട്പുട്ട് കോളം നോക്കിയാൽ മതി. അപ്പോൾ ബാക്കി വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ബാക്കി വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, നോർമൽ ലോസ് ഉണ്ട്. ഇതെവിടെ കാണിക്കുക, പ്രോസസ് അക്കൗണ്ടിന്റെ ഏത് സൈഡാണ് കാണിക്കുക, നോർമൽ ലോസ് പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും കാണിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക നോർമൽ ലോസ് സാധാരണ യൂണിറ്റ് മാത്രമേ എഴുതാറുള്ളൂ. പക്ഷേ ഇവിടെ ഈ പ്രോബ്ലത്തിൽ നോർമൽ ലോസിന് എന്തുണ്ട്, സ്ക്രാപ്പ് ഉണ്ട്. സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്, 1 രൂപയാണ്. അതുകൊണ്ട് എമൗണ്ട് കോളത്തിൽ നമുക്ക് 200 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഔട്ട്പുട്ട് കോളത്തേക്ക് വീണ്ടും പോകുന്ന സമയത്ത് അടുത്ത ഐറ്റം എന്താണ്, കംപ്ലീറ്റഡ് എന്ന് പറയുന്നത്, കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസ് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണത്, അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ പ്രോസസ് ബി എന്നാണ് എഴുതേണ്ടത് അല്ലേ, പ്രോസസ് ബി. കാരണം കംപ്ലീറ്റഡ് യൂണിറ്റ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അടുത്ത പ്രോസസ്സിന്റെ പേരെന്താണ്, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രോസസ് ബി എന്നാണ് സെക്കൻഡ് പ്രോസസ്സിന്റെ പേര്. അതുകൊണ്ട് പ്രോസസ് ബി എന്ന് എഴുതുക. ഓക്കെ, അല്ലെ സെക്കൻഡ് പ്രോസസ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രോസസ്സിന്റെ പേര് പറയുന്നത് പ്രോസസ് 2 എന്ന് എഴുതിയാൽ മതി. ഇവിടെ പറയുന്നത് കൊണ്ടാണ് പ്രോസസ് ബി എന്ന് എഴുതുന്നത്. പ്രോസസ് ബി എന്ന് എഴുതുക. പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്ര യൂണിറ്റ് ആണ്, കംപ്ലീറ്റഡ് യൂണിറ്റ് ആണ് പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണ്, ഇവിടെ നോക്കിയാൽ കിട്ടും. ഇവിടെ നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ നോക്കുക. കംപ്ലീറ്റഡ് യൂണിറ്റ് എത്രയാണ്, 3200 ആണ്. കംപ്ലീറ്റഡ് യൂണിറ്റിന്റെ വാല്യൂ എത്രയാണ്, 22400 ആണ്. അതൊക്കെ ഇവിടെ നിന്ന് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 3200. ഇനി അതിന്റെ എമൗണ്ട് എത്രയാണ്, അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഇവാലുവേഷൻ നോക്കിയാൽ മതി. എത്രയാണ്, 22400. അപ്പോൾ അവിടെ അതേ എമൗണ്ട് എഴുതുക, 22400.
ഓക്കെ, കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തായിട്ട് എന്താണ്, ഔട്ട്പുട്ട് കോളത്തേക്ക് തന്നെ പോവാം. അടുത്തായിട്ട് കംപ്ലീറ്റ് നോർമൽ ലോസ് എഴുതി, കംപ്ലീറ്റഡ് എഴുതി. അടുത്തായിട്ട് എന്താണ്, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. നമ്മൾ അതുപോലെ തന്നെ ഇവിടെ എഴുതുന്നു. അടുത്ത ഐറ്റം ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഇവാലുവേഷനിൽ പോയാൽ മതി. എത്രയാണ് കാണാൻ. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതാ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നത് എത്രയാണ്? ഇതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ എടുത്താൽ മതി. ബാക്കിയുള്ളത് യൂണിറ്റ് എത്രയാണ് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ മതി. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ യൂണിറ്റ് എത്ര വരുന്നത്? 800 യൂണിറ്റ് ആണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ യൂണിറ്റ് വരുന്നത് 800 യൂണിറ്റ് ആണ്. ഇവിടെ എഴുതുക 800. ഇനി ഇതിന്റെ വാല്യൂ എത്രയാണ്? അതിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് എങ്ങനെ കിട്ടും? ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനിൽ ഈ 3 ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം. 1250 പ്ലസ് 1650 പ്ലസ് 1120. അപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 4080 ആയിരിക്കും. ഓക്കെ, എങ്ങനെ കിട്ടി? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ എന്താണ് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് അതിന്റെ ഈക്വലന്റ് യൂണിറ്റിന്റെ ടോട്ടൽ കൊണ്ട് എന്ത് ചെയ്ത് ടോട്ടൽ ചെയ്യുക. അപ്പൊ 4080 കിട്ടും. 4080 ആണ് എന്ത് ഇവിടെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? 4080. 4080. യെസ്. ഇനി വീണ്ടും ഔട്ട്പുട്ട് കോളത്തിലേക്ക് നമ്മൾ പോകുന്നു. ഔട്ട്പുട്ട് കോളത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ഐറ്റം കാണാം. നോർമൽ ലോസ് എഴുതി, കംപ്ലീറ്റഡ് എഴുതി, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതി. ഇനി ഔട്ട്പുട്ട് കോളത്ത് കാണുന്നത് ലെസ് അബ്നോർമൽ ഗെയിൻ എന്നുള്ളതാണ്. ഈ അബ്നോർമൽ ഗെയിൻ പ്രോസസ് അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ് കാണിക്കുക? പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക അല്ലെ? അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്കണോമിക് പ്രൊഡക്ഷനിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് സൈഡ് ഔട്ട്പുട്ട് കോളത്തിൽ എഴുതി, പക്ഷെ ലെസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അത് അങ്ങനെ എഴുതാനുള്ള കാരണം എന്താണ്? അത് പ്രോസസ് അക്കൗണ്ടിന്റെ ഔട്ട്പുട്ട് സൈഡിൽ കാണിക്കുന്ന ഐറ്റം അല്ല ശരിക്കും എന്ത് അബ്നോർമൽ ഗെയിൻ. ഇവിടെ കാണിക്കുന്നതാണ് പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റം ആണ്. അതുകൊണ്ടാണ് ആ ഈക്വലന്റ് യൂണിറ്റിന്റെ കാൽക്കുലേഷനിൽ ലെസ് എന്ന് പറഞ്ഞ് എഴുതിയത്. അപ്പൊ ഇവിടെ ഏത് കോളത്തിൽ കാണിക്കണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. എന്താ കാണിക്കേണ്ടത്? അബ്നോർമൽ ഗെയിൻ. ഓക്കെ, അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ് അബ്നോർമൽ ഗെയിൻ? എത്രയാണ് നമുക്കറിയാം. എത്രയാണ്? 200 യൂണിറ്റ് ആണ് അബ്നോർമൽ ഗെയിൻ ഉള്ളത്. 200 ഇവിടെ എഴുതുക. ദെൻ അതിന്റെ വാല്യൂ എത്രയാണ്? അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ. അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 200 × 7 1400 ആണ് അബ്നോർമൽ ഗെയിനിന്റെ വാല്യൂ. ഓക്കെ, നമ്മൾ 1400 ഇവിടെ എഴുതുക. 1400. യെസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് അക്കൗണ്ട് നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഈ രീതിയിലാണ് ഫില്ല് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ശരിയാണെന്ന് നോക്കാം. ആദ്യം യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യാം. യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ എത്രയാണ് വരുന്നത്? 4200 വരുന്നുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ എത്ര വരുന്നത്? അവിടെയും 4200 ആണ്. അപ്പോൾ യൂണിറ്റ് കോളം ഓക്കെ ആണ്, ടാലി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എമൗണ്ട് കോളം എടുക്കുക. എമൗണ്ട് കോളം ടോട്ടൽ ചെയ്ത് നോക്കുക. ഡെബിറ്റ് സൈഡിൽ കൂട്ടി നോക്കുക, ക്രെഡിറ്റ് സൈഡിലും കൂട്ടി നോക്കുക. രണ്ടും ഈക്വൽ ആവണം. രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. കൂട്ടി നോക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും വരേണ്ടത് എത്രയാ? കൂട്ടി നോക്കി. 7480 പ്ലസ് 11650 പ്ലസ് 7120 പ്ലസ് 1400. 26680 ആണ് ഡെബിറ്റിൽ വരുന്നത്. ക്രെഡിറ്റിലും അത് തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് അർത്ഥം. പ്ലസ് 22400 പ്ലസ് 26680. ഓക്കെ, അപ്പൊ രണ്ടും ടാലി ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിനർത്ഥം? നമ്മൾ ചെയ്ത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ടും അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും വരയ്ക്കാം. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇത്രയും നിങ്ങൾ ഒരു നെസസറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് ഇത്രയും ഉണ്ടാക്കണം. ഏതൊക്കെ ഉണ്ടാക്കണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഉണ്ടാക്കണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ പ്രിപ്പയർ ചെയ്യണം, പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇത്രയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം 45 മിനിറ്റ് ആണ് ചിലപ്പോൾ കട്ടാവും. ഒരു 3 മിനിറ്റ് സമയമുണ്ട്, അതിനുള്ളിൽ ചോദിക്കുക കേട്ടോ. നീ കട്ടായി പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി വേറൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. ഞാൻ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് നോക്കുക. ഇനി എന്തെങ്കിലും സംശയം കൂടുതലായിട്ടുണ്ടെങ്കിൽ കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന്റെ റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. ക്ലാസ്സിൽ കയറാത്തവരോ ഇനി എന്തെങ്കിലും പോർഷൻസ് ഒക്കെ സൗണ്ടിന്റെ ക്വാളിറ്റി മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ആക്കുക. ഇനി നമുക്ക് ഇതിൽ ഫിഫോ മെത്തേഡിൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഫിഫോ മെത്തേഡ് എന്നറിയാലോ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡാണ്. അപ്പോൾ ആ മെത്തേഡിൽ സ്റ്റേറ്റ്മെന്റ് ഫീഡ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. മാറ്റം എന്ന് നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ടുള്ള മാറ്റം തന്നെയാണ്. കൺസെപ്റ്റ് മനസ്സിലായാൽ മതി. ഏത് മെത്തേഡ് ആയാലും കൺസെപ്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു മെത്തേഡ് അനുസരിച്ചുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, അപ്പോൾ ശരി. എന്നാൽ നമുക്ക് ബാക്കി നെക്സ്റ്റ് ഡേ